ലോകം അസാധ്യമെന്ന് കരുതിയ ഒന്നിനുകൂടി ഡൊണാൾഡ് ട്രംപ് എന്ന രാഷ്ട്രീയത്തിലെ മാസ്റ്റർ ഡീൽ മേക്കർ ചുക്കാൻ പിടിച്ചിരിക്കുന്നു. 2 വർഷമായി ചോരപ്പുഴ ഒഴുകിയ ഗാസയിൽ സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഇസ്രയേലിലും ഈജിപ്തിലുമായി ചരിത്രപരമായ സന്ദർശനം നടത്തുകയാണ്. ഹമാസും ഇസ്രയേലും തമ്മിലുള്ള ചരിത്രപരമായ സമാധാന കരാറിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തുന്ന ട്രംപിന്റെ ഈ നീക്കം പശ്ചിമേഷ്യയിലെ സമാധാനദൂതൻ എന്ന പദവി അരക്കിട്ടുറപ്പിക്കാനുള്ളതാണ്. നോബൽ സമ്മാനം വരെ പലരും പ്രവചിക്കുന്ന ഈ നീക്കത്തിന് പിന്നിൽ ട്രംപിന്റെ തനത് ശൈലിയിലുള്ള ആരെയും ഞെട്ടിക്കുന്ന ഒരു നയതന്ത്രമുണ്ട്. ഡെഡ് ക്യാറ്റ് ഡിപ്ലോമസി അഥവാ ചത്ത പൂച്ചയെ മേശപ്പുറത്തിടുന്ന തന്ത്രം. 2023 ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തോടെ ആരംഭിച്ച യുദ്ധത്തിനാണ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഇപ്പോൾ തിരശ്ശീല വീഴുന്നത്. 21 സമാധാന പദ്ധതിക്കാണ് കരാറിന്റെ കാതൽ. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്നതാണ് ഇതിലെ പ്രധാന വ്യവസ്ഥ. ഈജിപ്തിലെ ശരം അൽ ഷൈഖിയിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ എന്നിവരുൾപ്പെടെ 20-ലധികം ലോക നേതാക്കൾ പങ്കെടുക്കും. ഇത് ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര വിജയങ്ങളിലൊന്നായി വാഴ്ത്തപ്പെടുമ്പോൾ ഈ വിജയത്തിന് പിന്നാലെ നാടകീയമായ കളികളാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. ഇതിനിടയിൽ ഇസ്രയേലുമായി വെടിനിർത്തൽ കരാർ ഒപ്പിട്ട് മഷി ഉണങ്ങും മുമ്പേ ഗാസയുടെ തെരുവുകളിൽ വീണ്ടും ഹമാസിന്റെ പതാക ഉയരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ രൂപം കൊണ്ട സമാധാന കരാറിനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ഗാസയുടെ പൂർണ്ണ നയതന്ത്രം പിടിച്ചുപറ്റാൻ 7000 സായുധ പോരാളികളാണ് ഹമാസിന്റെ തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞുപോയ പ്രദേശങ്ങളിൽ നിയമവും അധികാരവും തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിക്കുന്ന ഈ നീക്കം പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു ആഭ്യന്തര സംഘർഷത്തിന് തിരികൊളുത്തുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഇസ്രായേൽ ഒഴിഞ്ഞുപോയ പോലീസ് സ്റ്റേഷനുകളും സർക്കാർ ഓഫീസുകളും ഹമാസ് പ്രവർത്തകർ ഏറ്റെടുത്തു. നീല യൂണിഫോം അണിഞ്ഞും സാധാരണ വേഷത്തിലും ഹമാസ് പോരാളികൾ തെരുവുകളിൽ പട്രോളിംഗ് നടത്തുകയാണ്. സൈനിക പശ്ചാത്തലമുള്ള 5 പുതിയ ഗവർണർമാരെ ഹമാസ് നിയമിച്ചു. ഇത് ഗാസയുടെ ഭരണം പൂർണ്ണമായും തങ്ങളുടെ സൈനിക വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാക്കാനാണ് ഹമാസ് ശ്രമിക്കുന്നതെന്ന സൂചനയാണ് നൽകുന്നത്. ട്രംപിന്റെ 21 സമാധാന പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ഹമാസിനെ നിരായുധീകരിക്കുക എന്നതായിരുന്നു. എന്നാൽ അതിന് കടകവിരുദ്ധമായ നീക്കമാണ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ഹമാസ് സമാധാന കരാറിന് വഴങ്ങിയതെന്നും എന്നാൽ അധികാരം വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ലെന്നുമാണ് വിലയിരുത്തൽ. സുരക്ഷയുടെ പേരിൽ വീണ്ടും ആയുധമെടുക്കുന്ന ഹമാസിന്റെ ഈ നീക്കം സമാധാന കരാറിനെ അട്ടിമറിക്കാനും ഗാസയിലെ ജനങ്ങളെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടാനും സാധ്യതയുണ്ടെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ചുരുക്കത്തിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറന്നുയരുമെന്ന് ലോകം പ്രതീക്ഷിച്ച ഗാസയുടെ ആകാശത്ത് വീണ്ടും സംഘർഷത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ട്രംപിന്റെ ഡെഡ് ക്യാറ്റ് ഡിപ്ലോമസിക്ക് മുന്നിൽ താൽക്കാലികമായി വഴങ്ങിയെങ്കിലും അധികാരം വിട്ടുകൊടുക്കാൻ ഹമാസ് ഒരുക്കമല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ നീക്കങ്ങളിലൂടെ അവർ നൽകുന്നത്. ഈ പുതിയ വെല്ലുവിളിയെ ട്രംപും ലോക നേതാക്കളും എങ്ങനെ നേരിടുമെന്നത് കാത്തിരുന്നു കാണാം.